ഇനി സഹോദരന്മാരെ, പറയാനിവിടെ സമയം പോരാ. എന്നാൽ ഞാൻ ആ ജാറത്തെ സംബന്ധിച്ച് ഞാൻ കള്ളജാറമെന്ന് പറഞ്ഞിട്ടില്ല. ഹുസൈൻ സലഫി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഞാൻ കേൾപ്പിച്ചു. ഇതിന്റെ പുറമെ നിങ്ങളെ കടവത്തൂരിൽ എപ്പോഴും ഉണ്ടാകുന്ന മൗലവിയല്ലേ സലാഹി. സലാഹി പറയുന്നു, കേരള നെതുവത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ ഖുബ്ബ മുജാഹിദുകളായ ഞങ്ങൾ തകർക്കും. കേട്ടോളൂ. ജാറം ഇത് തെറ്റാണെന്നും ജാറം മുസ്ലിം സമുദായത്തിന് ആപത്താണെന്നും ഈ നാട്ടിലെ ജനങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളാണ്. റസൂലുള്ളാഹിന്റെ ഖബർ പൊന്തിച്ചിട്ടില്ല. ആ ഖബറിന്റെ ചുറ്റുമുള്ള വീട് മോടി പിടിപ്പിക്കലും അതിന്റെ മേലത്തെ ആളുകൾ പച്ചക്കൊക്കെ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അത് പൊളിച്ചു കളയാൻ സൗദി ഗവൺമെന്റിന് ധൈര്യമില്ല എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് കേരള നേതൃത്വത്തിൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വഴി പുനർനിർമ്മിക്കുന്നതുമാണ്. രണ്ടാമത്തെ ദിവസം ആ പച്ചക്കുപ്പ തകർക്കുന്നതും റസൂലുള്ളാഹിന്റെ ഖബറ് പള്ളിക്ക് പുറത്താക്കിക്കൊണ്ട് മസ്ജിദിന്റെ വഴി പുനർനിർമ്മിക്കുന്നതുമാണ്. യാതൊരു സംശയവും വേണ്ട. ഇനിയൊരു സംശയവും വേണ്ടല്ലോ, യാതൊരു സംശയവും വേണ്ട. കേരള നെതുവത്തുൽ മുജാഹിദീന് സൗദിയുടെ ഭരണം കിട്ടുക. മനസ്സിലായില്ലേ? സുബ്ഹാനല്ലാഹ്. ഈ മൗലവിമാര് സ്വർഗത്തിലെ രാജാവ് ആവുക എന്നൊക്കെ പറയും പോലെ, എന്നിട്ട് സൗദിയുടെ ഭരണം കേരള നെതുവത്തുൽ മുജാഹിദീന് കിട്ടിയാൽ രണ്ടാമത്തെ ദിവസം മദീനയിലെ പച്ചക്കുബ്ബ തകർക്കും. അപ്പൊ ഒന്നാമത്തെ ദിവസമോ? ഒന്നാമത്തെ ദിവസം മക്കയിൽ ചെന്നിട്ട് കഅബ തകർക്കുമായിരിക്കും. അത്തരം സൽക്കർമ്മങ്ങളല്ലേ മൗലവിമാരെ പ്ലാനിങ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്റെ മാന്യ മുസ്ലിം ചെറുപ്പക്കാരോട് നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നു, ഇവിടെ എത്ര നിരീശ്വരവാദികളുണ്ട്, എത്ര നിർമ്മതവാദികളുണ്ട്, എത്ര വർഗീയവാദികളുണ്ട്, ഏതെല്ലാം പാർട്ടിക്കാരുണ്ട്? ഇന്ന് വരെ ചോദിക്കട്ടെ, ഇസ്രായേലിലെ ഷാറൂൺ മുതൽക്ക് ഏതെല്ലാം കക്ഷികൾ ഇവിടെയുണ്ട്? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ മുസ്ലിം ലോകത്തിന്റെ കേന്ദ്രമായ മദീന ശരീഫിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പച്ചക്കുബ്ബയുള്ള ജാറം ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ തകർക്കുമെന്ന് ഷാറൂണിന് പറയാൻ ധൈര്യം വന്നോ? വല്ല ഭീകരവാദിയും പറഞ്ഞോ? വല്ല വർഗീയവാദിയും പറഞ്ഞോ? വല്ലവരും പറഞ്ഞോ? വല്ല മുസ്ലിം വിരോധിയും പറഞ്ഞോ? അത് പറഞ്ഞത് മുജാഹിദിന്റെ നേതാക്കളല്ലേ? വേദനയോട് ചോദിക്കുന്നു, മുസ്ലിം സമുദായത്തിന് ഈ മുജാഹിദ് പ്രസ്ഥാനം നേടിക്കൊടുക്കുന്ന മോചനം അത് ഇസ്ലാമിൽ നിന്നുള്ള മോചനമല്ലേ? കുഫറിലേക്കുള്ള മോചനമല്ലേ? പുത്തൻവാദികൾ നബിയെ നിന്ദിക്കുന്നുവെന്ന് നേതാവ് പറഞ്ഞത് ശരിയല്ലേ?